ഹലോ, അക്ഷരാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടി എവിടെ പോവുകയാണെന്നറിയാമോ? അതെ, നമ്മൾ പന്തളത്ത് കോയിക്കലമ്പലത്തിലാണ് പോകുന്നത്. പക്ഷേ അതിനടുത്തുള്ള ഒരു പാലം കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മൾ പന്തളത്തെത്തി കേട്ടോ. എന്നാൽ 4 മണിയൊക്കെ ആയി. ഒരു ചായ കുടിച്ച് കളയാമെന്നും പറഞ്ഞ് നമ്മളവിടെ നിർത്തിയേ. പന്തളത്തെ കോയിക്കലമ്പലം കഴിഞ്ഞുള്ള പാലം കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ റൈറ്റിലേക്കാണ് തിരിയേണ്ടത് കേട്ടോ. നമ്മൾ തെറ്റിപ്പോകരുത്, റൈറ്റിലേക്ക് തിരിയണം. റൈറ്റിലേക്ക് തിരിഞ്ഞ് ആ വഴിയിലൂടെ നേരെ പോകുമ്പോൾ ചെറിയ ചെറിയ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിയിലൊന്നും പോകണ്ട, നേരെ തന്നെ വരുമ്പോൾ തൂക്കുപാലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. 50 പേർക്കൊക്കെ അതിലൊരു സമയം നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ പാലത്തിൽ കൂടെ അങ്ങപ്പുറേ കടക്കുന്നതാണ് കോയിക്കലമ്പലം. കണ്ടോ, ആ കാണുന്ന പാലം കണ്ടോ? ആ വഴിയാണ് നമ്മളിപ്പോൾ ഈ പാലത്തിലേക്ക് വന്നത് കേട്ടോ. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡ് തിരിഞ്ഞ് കയറി വരുന്നതാണ് ഈ തൂക്കുപാലത്തിലേക്കുള്ള വഴി. ഈ പാലത്തിൻ്റെ പേര് കൈപ്പുഴ പാലം എന്നാണ്. കൈപ്പുഴ പാലം. ഇവിടെ നിന്ന് ഇങ്ങേ വശത്തൊക്കെ നോക്കുമ്പോൾ കണ്ടോ, ഒരാൾ അവിടെ നിന്ന് ചൂണ്ടയിടുന്നതായിട്ട് കാണാം കേട്ടോ. ആറ്റിലൊക്കെ നല്ല വെള്ളമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോയിക്കലമ്പലത്തിലോട്ട് നടന്നു പോവുകയാണേ. പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് കോയിക്കലമ്പലത്തിലോട്ടാണ്. അങ്ങനെ നമ്മൾ നടന്ന് കോയിക്കലമ്പലത്തിലെത്തി കേട്ടോ. നമ്മൾ ബാക്കിലൂടെയാണ് കോയിക്കലമ്പലത്തിലേക്ക് എത്തിയത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി നമ്മൾ ചന്ദനമൊക്കെ വാങ്ങി വെളിയിൽ ഇറങ്ങിയിട്ടാണ് ചന്ദനം നമ്മൾ തൊടുന്നത്. അമ്മക്കുട്ടിക്കും ചന്ദനമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ഇച്ചിരി നേരമൊക്കെ സമാധാനമായിട്ടിരുന്നതിന് ശേഷം നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ പാലത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത് തിരിച്ച്. അപ്പം നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവാം. ഇത് ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന്. ഇപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് ഈ പാലത്തിലേക്ക് പോകാനാണെങ്കിൽ ഈ അമ്പലത്തിൽ നിന്നും ഈ വഴി തന്നെ പുറകിലെ വഴിയിലൂടെ ഇതുപോലെ ഞങ്ങൾ പോകുന്നത് പോലെ തന്നെ
നടന്നു പോകാം. ഇങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ തന്നെ ഇച്ചിരി ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മൾ ഈ അമ്പലത്തിൻ്റെ ബാക്കിലൂടെ ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാലത്തിലേക്ക് എത്താം. ഞങ്ങൾ ആദ്യം വന്ന വഴിയിലൂടെയും വരാം. കോയിക്കൽ അമ്പലത്തിൽ വരുന്നവർക്ക് എളുപ്പം ഒന്ന് വന്നിട്ട് ഈ പാലം കണ്ടിട്ട് പോകാനാണെങ്കിൽ അങ്ങനെയും വരാം കേട്ടോ. ഇതുണ്ട്, ഇത്രയും ദൂരമേ ഉള്ളൂ. നമുക്ക് കണ്ട പാലം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഭാഗമൊക്കെ കണ്ടോ, നല്ല പച്ചപ്പും നിറച്ച മരങ്ങളും ഒക്കെ ആയിട്ട്. ഇത്രയും വെയിലാണെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതും പുഴയും കൂടെ അല്ലേ. ഈ പുഴ അച്ചൻകോവിൽ പുഴയാണ്. വേണ്ട, നമ്മൾ പാലത്തിലെത്തി കേട്ടോ. ഇത്രയും ദൂരമേ ഉള്ളൂ നടക്കാൻ. നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പാലം കാണുന്ന ആദ്യം ഇങ്ങനെയാണ്. കണ്ടോ, നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നാൽ. ഏത് സമയത്ത് വന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കും അങ്ങനെയൊക്കെ നിരത്തി കഴിഞ്ഞാൽ 5000 രൂപ പിഴയൊക്കെ ഉണ്ട്. നമ്മളെപ്പോൾ എവിടെ വന്നാലും നമ്മൾ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം. നമ്മൾ കൊണ്ടുവരുന്ന കുപ്പിയും പാട്ടയൊന്നും അവിടെ അങ്ങ് ഇടാൻ പാടില്ല. ഉണ്ടായോ, ഈ സമയമായപ്പോഴത്തേക്ക് നിറയെ ആൾക്കാരാണ് പാലം കാണാൻ. ഞങ്ങളിപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കും, എല്ലാ ദിവസവും കാണണമെന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നിറയെ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ ആയിട്ട്. പിള്ളേരും ഒക്കെ ആയിട്ട് കണ്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. നമ്മളിവിടെ നിന്ന് അങ്ങേക്കരയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കൈപ്പുഴ മഹാദേവ ക്ഷേത്രമാണ്. ഒരു കുരുക്കൊല്ല്. ഈ പാലത്തിൽ നിൽക്കുമ്പോഴേ നല്ല കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ. നല്ല രസമാണ് അവിടെ നിൽക്കുമ്പോഴേ. അതുപോലെ തന്നെ ഈ പാലത്തിൽ കൂടെ നമ്മൾ നടക്കുമ്പോഴേ ഒരു ചെറിയൊരു കുലുക്കമുണ്ട്. ആ കുലുക്കം ഇത് തൂക്കുപാലം ആയതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ്. നിങ്ങൾ ഇതുവരെയും ഈ പാലത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വരണം കേട്ടോ. ഞങ്ങൾ പലതവണ കോയിക്കൽ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പാലം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ പലരുടെയും ഫോട്ടോസിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ് ഇത് തിരക്കി പിടിച്ച് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഇത്രയും ദൂരം, ഒരുപാട് ദൂരമില്ല, ഇത്രയും അടുത്താണല്ലോ എന്ന് ഞങ്ങൾക്ക് വിചാരിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കോയിക്കൽ അമ്പലത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാലത്തിൽ വരണം കേട്ടോ. ഞങ്ങൾ പാലത്തിന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത് ഇക്കരെ, ഞാൻ പറഞ്ഞില്ലേ അക്കരെ കോയിക്കൽ അമ്പലവും ഇക്കരെ കൈപ്പുഴ ശിവക്ഷേത്രമാണ്. എന്നാൽ ആ ശിവക്ഷേത്രത്തിലൂടെ ഒന്ന് കയറിയിട്ടേ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. സന്ധ്യയോട് അടുപ്പിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടൊരു പടിയുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ഇവിടെ പടിക്കെട്ടൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ പാലത്തിൽ നിന്ന് നോക്കിയപ്പോൾ കുറേ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് റീൽസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പടിക്കെട്ടും ഒക്കെ. കാരണം ആറ്റിൽ നല്ല വെള്ളമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറ്റിലിറങ്ങാനൊന്നും ആരും ശ്രമിക്കരുത്. കണ്ടോ, ഇവിടെ അപായ സൂചനയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ പാലം കാണാം. കണ്ടോ, ഇങ്ങനെയാണ് ആ പാലം നിൽക്കുന്നത്. വെള്ളം കണ്ടോ, ഇപ്പം നല്ല മഴ ആയതുകൊണ്ടാണ് നിറയെ വെള്ളമുണ്ട്. പടിക്കെട്ടൊക്കെ കണ്ടോ. എല്ലാവർക്കും ഒരു സേവ് ദ ഡേറ്റും അങ്ങനെയൊക്കെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ നല്ലൊരു പ്രദേശമാണ്. കൈപ്പുഴ കൈപ്പുഴ ശിവക്ഷേത്രം. ഇതും കൊട്ടാരം വക, പന്തളം കൊട്ടാരം വക ക്ഷേത്രമാണ് കേട്ടോ. ഇതും ഈ അമ്പലം ഞാൻ ആദ്യമായിട്ട് വരുവാണ് ഈ ശിവക്ഷേത്രത്തിൽ. പക്ഷേ എന്തോ നേരത്തെ വന്നിട്ടുള്ളതുപോലൊരനുഭവം.
അതുപോലെ തന്നെ വേറൊരു ക്ഷേത്രം കൂടി ഇതിനോട് ചേർന്നുണ്ട് കേട്ടോ. ഇത് ശിവക്ഷേത്രമാണ്. പക്ഷേ ഇതിനോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രം കൃഷ്ണക്ഷേത്രമാണ്. കൈപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. സന്ധ്യയായപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഒരു വല്ലാത്തൊരനുഭവമാണ്. കണ്ടോ എന്ത് രസമാണെന്ന് കണ്ടോ. ഈ അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിൽ നല്ല ഒരു എന്തു പറഞ്ഞ് സമാധാനപരമായി നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. അമ്പലത്തിൻ്റെ ഒരു ശാന്തതയിൽ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ദീപാരാധനയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോകാനായിട്ട് ഒരുങ്ങുവാണേ. ഈ സൈഡിൽ തന്നെ നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാലം കടന്ന് പോവണ്ട. അപ്പം നല്ല സന്ധ്യയായിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ഇനിയും ഇതേപോലുള്ള സ്ഥലങ്ങൾ, പുതിയ പുതിയ നിങ്ങൾക്കറിയാത്ത സ്ഥലങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.